ശംശായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ നാം വിചിന്തനം ചെയ്യുന്നത് രസകരമായ ഒരു ടോപ്പിക്കാണ്. അന്ത്യകൂദാശ കൊല്ലാനുള്ളതാണോ? ചിലരുടെ മനസ്സിലിരിക്കുന്ന ഒരു തെറ്റായ ധാരണ മാറ്റിയെടുക്കുന്നത് നല്ലതാണ്. ഞാനിങ്ങനെ പറയാൻ കാരണം രണ്ട് സംഭവങ്ങളാണ്. അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ ഒരു വിഷയം അവതരിപ്പിക്കുന്നത് പോലും. 75 വയസ്സ് പ്രായമുള്ള ഒരു അപ്പച്ചന് ഒരു സർജറി വേണ്ടി വന്നു. മക്കൾ ശുദ്ധഗതിക്ക് അവർക്ക് തോന്നി പോയൊരു രോഗീലേപനം കൊടുത്തിട്ട് അപ്പച്ചനെ സർജറിക്കായിട്ട് കൊണ്ടുപോകാം. ഇത്രയും പ്രായമുണ്ട്, പിന്നെ ഇങ്ങനെ ഒരു കാര്യം വരുമ്പോഴത്തേക്കും നല്ലതാണല്ലോ ഒരു രോഗീലേപനം. അപ്പച്ചനോട് ചോദിച്ചു, നമുക്ക് ആശുപത്രി പോകുന്നതിന് മുമ്പ് കരിസ്വാനി പോയിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്താലോ? അപ്പം ചോദിച്ചു, എന്താ രോഗീലേപനം? ഉടനെ അപ്പച്ചൻ്റെ മറുപടി, ഞാൻ സർജറി നടത്തി സൗഖ്യം പ്രാപിച്ചു വരാൻ വേണ്ടി പോകും, അല്ലാതെ ചാകാൻ വേണ്ടി പോകുന്നതല്ല. നീ എന്തിനാ എന്നെ കൊല്ലാൻ വേണ്ടി അങ്ങോട്ട് കൊണ്ടുപോകുന്നത്? കാരണം ഈ കൂദാശയ്ക്ക് വേറൊരു പേരൂടെയുണ്ട്, ഒടുക്കത്തെ ഉപ്രഷ്മ. അതെങ്ങനെയാണ് വന്നത് നമുക്ക് അതേക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ ഒരു കാര്യം, ഇങ്ങനെ ഒരു ഐഡിയ തലയ്ക്കകത്ത് കിടക്കുന്നത് കൊണ്ടാണ് ചിലരുടെ മനസ്സിലിരിപ്പ് ഇത് കിട്ടിയാൽ മരിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അതുകൊണ്ട് മരണഭയമുള്ളവർ, ഇവിടെ തന്നെ കുറേ നാൾ കൂടി ജീവിക്കണം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടുള്ളവർ ചിലപ്പം ഈ ഒരു കൂദാശയെ ഭയപ്പെട്ടെന്ന് വരും. എൻ്റെ പ്രിയപ്പെട്ടവർ, രണ്ടാമതൊരു സംഭവം, വേറൊരു വ്യക്തി, ഇത്രയും പ്രായമൊന്നും ഇല്ലായിരുന്നു, വേറെ ഒരു 19 വയസ്സ് പ്രായമായിട്ടുള്ളൂ. ഈ അപ്പച്ചനാണ് 75 ആയതാണ്. അവന് ക്യാൻസർ ആണെന്ന് കൺഫേം ചെയ്തു. ആ വ്യക്തി ചെയ്ത ഒരു കാര്യം, പിറ്റേ ദിവസം നേരെ പള്ളിയിലേക്ക് ചെന്നു, കുർബാനയിൽ പങ്കെടുത്തു. കുർബാനയ്ക്ക് മുമ്പ് കുമ്പസാരിക്കുകയും ചെയ്തു, കുർബാനയിൽ പങ്കെടുത്തു, കുർബാന സ്വീകരിച്ചു. അതിനുശേഷം അച്ഛനെ സമീപിച്ചു, അച്ഛാ എനിക്ക് ആ രോഗീലേപനം തരണം, എനിക്ക് ആ ഒരു രോഗീലേപനം അത് സ്വീകരിച്ച് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാനൊരു ക്യാൻസർ രോഗിയാണ്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി അതിലേക്ക് ഞാൻ പോവുകയാണ്, അതിന് മുമ്പ് ഈ ഒരു കാര്യം ചെയ്യണം. അച്ഛൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചു, രോഗീലേപനം കൊടുത്തു. ഞാൻ സൂചിപ്പിച്ചൊരു കാര്യം അതെനിക്ക് ഒരുപാട് ശക്തി പകർന്നു. ഞാൻ തന്നെ പോയി കമ്പ്യൂട്ടർ എടുത്ത് വെച്ച് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാൻ ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ചു. അങ്ങനെ ട്രീറ്റ്മെൻറ്റുമായിട്ട് എങ്ങോട്ട് പോകണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്ത് പോകാനുള്ള ഒരു മനസാന്നിധ്യം എനിക്കുണ്ടായിരുന്നാവും. ഇതിനു വേണ്ടി കൂടിയുള്ളതാണ് ഈ രോഗീലേപനം. അതല്ലാതെ അന്ത്യകൂദാശ എന്ന് പറഞ്ഞാൽ കൊല്ലാൻ വേണ്ടിയുള്ള ഒരു കൂദാശയായിട്ട് ഒരു കാരണവശാലും നമ്മളതിനെ കാണരുത്. നമുക്ക് ഈ ഒരു കൂദാശയിലൂടെ കിട്ടാവുന്ന അനുഗ്രഹങ്ങൾ വളരെ വലുതാണ്. എത്രയോ പേര് വേണേൽ അവർ ഭയപ്പെട്ട് കാണും, പക്ഷേ ഈ കൂദാശ സ്വീകരിച്ചതിന് ശേഷം അവർക്ക് ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിച്ചത്, പഴയതിനേക്കാൾ ഉന്മേഷത്തോടു കൂടി അവർക്ക് ജീവിക്കാൻ സാധിച്ചതിൻ്റെയൊക്കെ സാക്ഷ്യങ്ങൾ പലയിടത്തും നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്കിത് മനസ്സിൽ വെച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ, സഭ നമ്മെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കാം. യാക്കോസ് ലീഗ 5-ാം അധ്യായം 13 മുതൽ സാധാരണ രോഗീലേപനം കൊടുക്കുമ്പോൾ നമ്മൾ വായിക്കാറുള്ള ഒരു വചനഭാഗമാണ്. യാക്കോസ് ലീഗ 5-ാം അധ്യായം 13 മുതൽ വായിക്കുമ്പോൾ, നിങ്ങളിൽ രോഗികളായിട്ടുള്ളവർ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ, അവർ രോഗിയെ തൈലം പൂശി പ്രാർത്ഥിക്കട്ടെ. ദൈവം നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശമാണ്, രോഗീലേപനം കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം. ഇതിൻ്റെ വെളിച്ചത്തിലാണ് ഇങ്ങനെ ഒരു കൂദാശ നമ്മൾ ഇന്ന് പരികർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അവരെ വിളിക്കുക, അവർ രോഗിയെ തൈലം പൂശി പ്രാർത്ഥിക്കട്ടെ. 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്ന കാണാൻ പറ്റും. ഈ കൂദാശ വഴി രോഗിക്ക് ലഭിക്കാവുന്ന കാര്യങ്ങൾ: 1, ദൈവം അവരുടെ പാപം മോചിക്കും. 2, ദൈവം അവരെ രക്ഷിക്കും. 3-ാമത്തെ കാര്യം, ദൈവം അവരെ എഴുന്നേൽപ്പിക്കും, എന്ന് പറഞ്ഞാൽ സുഖപ്പെടുത്തും. ഇവിടെ നമ്മൾ കാണുകയാണ് പാപമോചനം, സൗഖ്യം, രക്ഷ, ഇതെല്ലാം അടങ്ങുന്ന ഒരു കൂദാശയാണ് രോഗീലേപനം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ അതുകൊണ്ട് അന്ത്യകൂദാശ എന്ന് പറഞ്ഞാൽ ഇത് ഒരു മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയുള്ള ഒരു കൂദാശയായിട്ട് ഒരിക്കലും കാണരുത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് ഉണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 1512 വായിച്ചാൽ അത് കാണാൻ പറ്റും. മരണത്തിൻ്റെ നിമിഷത്തിലെത്തിയവർക്ക് നൽകിയിരുന്ന ഒരു കൂദാശയാകയാലാണ് ഇങ്ങനെ ഒടുക്കത്തെ ഉപ്രഷ്മ എന്നുള്ള ആ ഒരു പദം വന്നത്. സാധാരണ ഇത് നൽകിയിരുന്നത് മരണത്തിൻ്റെ ആ ഒരു നിഴലിൽ എത്തി നിൽക്കുന്ന വ്യക്തികൾക്ക് കൊടുത്തിരുന്നത്. 2 കാര്യങ്ങൾ അതിലൂടെ സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. 1, രോഗിക്ക് നിത്യരക്ഷ ലഭിക്കാൻ വേണ്ടിയാണ് ഈ ഒരു കൂദാശ പരികർമ്മം ചെയ്തിരുന്നത്. 2-മതൊരു ലക്ഷ്യമുണ്ട്, ആരോഗ്യം വീണ്ടെടുക്കുക. ദൈവത്തിൻ്റെ തീരുമാനം, അന്തിമമായ തീരുമാനം ദൈവത്തിൻ്റെതാണല്ലോ. സുഭാഷിതങ്ങൾ 16:1 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ എന്തെല്ലാം പദ്ധതികൾ വിഭാവനം ചെയ്താലും അന്തിമമായ തീരുമാനം ദൈവത്തിൻ്റെതാണ്. ഇനി മരിക്കണമെന്നതാണ് ദൈവത്തിൻ്റെ തീരുമാനമെങ്കിൽ അവർക്ക് നിത്യരക്ഷ, അതല്ല ഒരു സുഖപ്പെട്ട് എഴുന്നേറ്റ് വരണമെന്നതാണ് ദൈവത്തിൻ്റെ തീരുമാനമെങ്കിൽ അവർക്ക് ആരോഗ്യം ലഭിക്കുകയാണ്. ഇത് രണ്ടിനും ഉപകരിക്കുന്നതാണ് ഈ അന്ത്യകൂദാശ എന്നുള്ളത് നാം തിരിച്ചറിയണം. മറ്റൊരു കാര്യം, 4-മതായിട്ട് നമ്മൾ കാണുന്നത് ഇതിൻ്റെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയെന്ന് ദൈവം
വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ കൂദാശ പരികർമ്മം ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. പ്രധാനപ്പെട്ട ചില ഘടകങ്ങൾ: ഒന്ന്, വചനം. ദൈവത്തിൻ്റെ വചനം വായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ യാക്കോബ് ശ്ലീഹ 5-ാം അധ്യായം 13 മുതലുള്ള ആ വചനഭാഗം അന്ത്യകൂദാശയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വചനം. രണ്ടാമതൊരു കാര്യം, അനുതാപകർമ്മം. വ്യക്തിക്ക് ബോധപൂർവം അനുദപിക്കാവുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിന് ക്ഷണിക്കുന്നത് കാണാൻ പറ്റും. ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ആ രോഗിക്ക് വേണ്ടി അവിടെ നിന്ന് അനുദപിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം. മൂന്നാമതൊരു കാര്യം, പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന. അത് ഈ കൂദാശയുടെ ഭാഗമാണ്. നമുക്കറിയാലോ, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ സാധ്യമാവും? ലൂക്കാ 1:35, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും, അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിറവേറും. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറുന്നത് പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറയുമ്പോഴാണ്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, കൈവപ്പ് പ്രാർത്ഥനയുണ്ട്. ഈ അന്ത്യകൂദാശ രോഗീലേപനം കൊടുക്കുമ്പോൾ അതിലൊരു കൈവപ്പ് പ്രാർത്ഥന, ഒരു പുരോഹിതൻ്റെ അഭിഷിക്തൻ്റെ കൈവപ്പ് പ്രാർത്ഥനയ്ക്ക് ഒരുപാട് ശക്തിയുണ്ട്. വീണ്ടും തൈലം പൂശിയുള്ള ആ പ്രാർത്ഥന, ഇതെല്ലാം കൂടി ആകുമ്പോൾ മനോഹരമായ ഒരു കൂദാശയാണ്. അതിൻ്റെ സൽഫലങ്ങളും വളരെ വലുതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. ഈ കൂദാശയുടെ സൽഫലങ്ങളെക്കുറിച്ച് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 1520 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. 1520 മുതൽ ഈ രോഗീലേപനത്തിൻ്റെ സൽഫലങ്ങൾ: ഒന്ന്, പരിശുദ്ധാത്മാവിലൂടെ ധീരത ലഭിക്കുന്നു. ഭീരുക്കൾക്ക് ധീരത. ചിലർക്ക് മരണവക്കിൽ എത്തി നിൽക്കുമ്പോൾ ഭയം, മരണഭയം ഉണ്ടാകാം. ധീരത ലഭിക്കുന്നു, സമാധാനം ലഭിക്കുന്നു, ശക്തി ലഭിക്കുന്നു. ഇതെല്ലാം ഈ കൂദാശയിലൂടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. മറ്റൊന്ന്, ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തോട് ഐക്യപ്പെടുന്നു. ആ മരിക്കാൻ കിടക്കുന്ന വ്യക്തിയാണെങ്കിലും രോഗസൗഖ്യം പ്രാപിക്കാൻ കിടക്കുന്ന വ്യക്തിയാണെങ്കിലും കർത്താവിൻ്റെ പീഡാസഹനത്തോട് ഐക്യപ്പെടുന്നു. കൃപാവരം അവരിലേക്ക് ഒഴുകി വരുന്നു. ആരോഗ്യം വീണ്ടെടുക്കാൻ ഇതവരെ സഹായിക്കുന്നു. അന്തിമ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിന് ഇത് ഉപകരിക്കുന്നു. ഇതെല്ലാം ഈ അന്ത്യകൂദാശയുടെ സൽഫലമായിട്ട് പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്കിത് ആവശ്യമായിട്ടുള്ളപ്പോൾ, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളപ്പോൾ അതിലേക്ക് ധൈര്യമായിട്ട് പോകാൻ നമുക്ക് സാധിക്കണം. വചനം സ്വീകരിച്ച നമുക്ക് നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.